സാർ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഓണേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഓരോ ജില്ലയിലെയും ഓണേഴ്സിൻ്റെ ബസ് ഫാൻസിൻ്റെ അല്ല, കോളേജ് പിള്ളേരുടെ അല്ല, ബസ് ഓണേഴ്സിൻ്റെ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന ഓണേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ തേടിയിട്ട് മാത്രം സാർ ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ എവിടെയെങ്കിലും കാണുന്ന പിള്ളേരോ അല്ലെങ്കിൽ പുത്തൻ പണക്കാരോ പറയുന്ന അഭിപ്രായം തേടി അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിന് മുമ്പേ ശരിക്കും ഇതിനെക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം സാർ തീരുമാനം എടുക്കണം. ഇതിനെക്കൊണ്ട് എങ്ങനെയാണ് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് അറിയണം. 33,500 രൂപ ടാക്സ് അടക്കുന്ന വാഹനത്തിനും നിങ്ങൾ ഈ വൈറ്റ് കളർ അടിച്ച കോഡ് അടിച്ച വണ്ടിക്ക് 20,000 രൂപ ടാക്സ് ആക്കി തരുമോ? 20,000 രൂപ ടാക്സ് ആക്കി തന്നാൽ എന്നാൽ നമ്മളിതിന് അനുകൂലിക്കാം. നമുക്ക് 20,000 ടാക്സ്, കളർ അടിച്ചു കൊടുക്കുന്നവർക്ക് 33,500 രൂപ ടാക്സ് എന്ന നിലയ്ക്കേക്ക് വരുത്തുക. അല്ലാതെ നമുക്ക് ഒരേ ടാക്സ്, ഈ ആർഭാടമായി ജീവിക്കുന്നവർക്കും ഒരേ ടാക്സ്. ഇതുകൊണ്ട് അനധികൃതമായിട്ട് സർവീസ് നടത്തുന്ന ഒരുപാട് ടീമുണ്ട്. ചേസിൻ്റെ മുകളിൽ സ്പീക്കർ വെച്ചിട്ടും മറ്റു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ഓടുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. ഒരു ആർഭാടമായി മാത്രം കാണുന്നത്, ജീവിക്കാനുള്ള ആർഭാടമായി മാത്രം കാണുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ തടയാനാണ് സാറേ ഇങ്ങനെ സംസാരിക്കുന്നത്.